ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് പ്ലസ് ടു ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു 11 മാർക്കിന്റെ ചാപ്റ്റർ ഉണ്ട് അല്ലെ. 11 മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററിൽ ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻസ് ആയിട്ടുള്ള നെയിം റിയാക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് റോസൻമൻ റിഡക്ഷൻ റിയാക്ഷൻ. എന്താണ് റോസൻമൻ റിഡക്ഷൻ റിയാക്ഷൻ? അപ്പൊ ഞാനിവിടെ എഴുതിയപ്പോ റോസൻമൻ റിയാക്ഷൻ എന്ന് എഴുതിയിട്ടുള്ളൂ. ഒരു റിഡക്ഷൻ വന്നല്ലേ, റിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കുക, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. ആരായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. അപ്പൊ റോസൻമൻ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നോക്കൂട്ടോ, ഒരു എക്സാമ്പിൾ എടുത്തോ. CH3COCl. അപ്പൊ ഈ ഒരു കോമ്പൗണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? അസൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ അസറ്റൈൽ ക്ലോറൈഡ് എന്നൊക്കെ വിളിക്കാം. എന്ത് വിളിക്കാം? അസൈൽ ക്ലോറൈഡ് എന്ന് കോമൺ ആയിട്ട് എന്ത് ചെയ്യാ വിളിക്കാം? അസൈൽ ക്ലോറൈഡ്. ഒരു അസൈൽ ക്ലോറൈഡിനെ ഞാൻ എന്ത് വെച്ച് റിഡക്ഷൻ ചെയ്യാണ്? ഹൈഡ്രജൻ. എന്തിനെ? ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് എന്തിന്റെ പ്രസൻസിലാ? പലേഡിയം സപ്പോർട്ടഡ് ഓവർ ബാരിയം സൾഫേറ്റ്. എന്താണ്? പലേഡിയം സപ്പോർട്ടഡ് ഓവർ ബാരിയം സൾഫേറ്റിന്റെ പ്രസൻസിലെ ഒരു അസൈൽ ക്ലോറൈഡിനെ ഹൈഡ്രജൻ വെച്ചിട്ട് സർ എന്ത് ചെയ്യാണ്? റിഡക്ഷൻ ചെയ്യുമ്പോ ഇവിടെ സംഭവിക്കുക എന്താ? നോക്കിക്കോട്ടോ. ഇവിടെ ഉള്ള Cl ഉണ്ടല്ലോ, ഞാനൊന്ന് കളർ മാറ്റുന്നുണ്ടേ. ഇവിടുത്തെ ഈ Cl ഉണ്ടല്ലോ, ഈ Cl ഇവിടുത്തെ ഒരു ഹൈഡ്രജനുമായിട്ട് എന്ത് ചെയ്യും? കൂടിച്ചേർന്ന് അവരെന്തായിട്ട് മാറും? നോക്കിക്കോ HCl ആയിട്ട് മാറി. ആരായിട്ട് മാറി? HCl. ഇയാൾ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്യും? കയറും. അപ്പൊ എന്തായി മാറും? CH3COH. ഇതിനല്ലേ നമ്മൾ എന്ത് വിളിക്കുക? ആൽഡിഹൈഡ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? ആൽഡിഹൈഡ്. സോ നമ്മൾ റോസൻമൻ റിഡക്ഷൻ പഠിച്ചു. റോസൻമൻ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റോസൻമൻ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? when an acyl chloride reduced over palladium supported over barium sulfate will lead to the formation of aldehyde. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റോസൻമൻ റിഡക്ഷൻ എന്ന് പറയാ. അങ്ങനെയാണ് നമുക്ക് അടുത്ത നെയിം റിയാക്ഷനിലേക്ക് പോകാം. സ്റ്റീഫൻ റിയാക്ഷൻ. എന്താണ് സ്റ്റീഫൻ റിയാക്ഷൻ? നോക്കിക്കോ, സ്റ്റീഫൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? നൈട്രൈൽ കോമ്പൗണ്ട് വേണം. ഒരു എക്സാമ്പിൾ നോക്ക്. CH3 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് N. ഇതല്ലേ ഒരു നൈട്രൈൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്? റെഡ്യൂസ് ചെയ്യാണ് ഇൻ പ്രസൻസ് ഓഫ് SN bar HCl. എന്തിന്റെ പ്രസൻസിൽ? SN bar HCl എന്ത് ചെയ്യാണ്? റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കോ, ഇവിടെ H2L ഉള്ളത്. H2 എന്ന് പറയാൻ നമുക്കറിയാം 2H. ഒരു H ഇങ്ങോട്ടും ഒരു H എന്ത് ചെയ്യും? ഇങ്ങോട്ടും വന്ന് എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. സോ എന്തായിട്ട് മാറും? നോക്കിക്കോ, CH3CH രണ്ടെണ്ണായി, ബാക്കി എത്ര ബോണ്ട്? ഡബിൾ ബോണ്ട് NH ആയിട്ട് മാറും. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇമ്മീൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഇമ്മീൻ. അപ്പൊ എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താടാ? when a nitrile compound reduced by SN bar HCl will lead to the formation of immine. അതിനെ സർ എന്ത് ചെയ്യാണ്? ഒരു ഹൈഡ്രോളിസിന് വിധേയമാക്കാണ്. എന്താണ്? ഹൈഡ്രോളിസിന് വിധേയമാക്കി കഴിഞ്ഞാൽ നോക്കിക്കോ, ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ H+ഉം OH- അല്ലേ? H+ഉം OH- അല്ലേ? അഥവാ ഈ H+ എന്ത് ചെയ്യും? ഇവിടെ നോക്കിക്കോ, ഈ OH- ഇവിടെ ഉള്ള OH- ഉണ്ടല്ലോ, ഇതിലെ O ഉണ്ടല്ലോ. സാർ ഒന്ന് മാറ്റി വരെ, ഒറ്റ മിനിറ്റ്. നോക്കിക്കോ, ഈ H2OH നമ്മൾ ചെയ്യുമ്പോ അതെന്തായിട്ട് മാറും? CH3CHO ആയിട്ട് മാറും. ഇവിടെ നിന്നുള്ള ഓക്സിജൻ ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യും. H2O അല്ല, H+OH അല്ല. ഈ O എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. പിന്നെ 2H ബാക്കിയില്ലേ, അത് ആരെ കൂടെ കൂടി ചേരും? NH3യുടെ കൂടെ കൂടി ചേരും. അപ്പൊ അമോണിയയും കിട്ടി, ഒരു ആൽഡിഹൈഡും കിട്ടി. എവിടെ? സ്റ്റീഫൻ റിയാക്ഷൻ. 2 റിയാക്ഷൻ നമ്മൾ പഠിച്ചു. ഒന്ന് റോസൻമണ്ട്, അസൈൽ ക്ലോറൈഡിന് H2 ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ബാർ BSO4 ചെയ്യുകയാണെങ്കിൽ ഒരു ആൽഡിഹൈഡ് കിട്ടും. ഇമ്പോർട്ടന്റാ. പിന്നെ നോക്ക്, സ്റ്റീഫൻ റിയാക്ഷൻ എന്ത് ചെയ്തു? പഠിച്ചു. ഏതാ പഠിച്ചത്? സ്റ്റീഫൻ റിയാക്ഷൻ. നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു റിയാക്ഷൻ ആണ് എറ്റാഡ് റിയാക്ഷൻ. ഏതാടാ? എറ്റാഡ് റിയാക്ഷൻ. നോക്കിക്കോ, എറ്റാഡ് റിയാക്ഷനില് ഇതെന്താ? ബെൻസീൻ അല്ലടാ, ബെൻസീൻ അല്ലേ? അപ്പൊ ഈ ബെൻസീന്റെ മുകളിൽ ഒരു CH3 വന്ന ഇതിനെന്ത് വിളിക്കുക?
ടൊളുവിൻ എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? ടൊളുവിൻ. ഈ ടൊളുവിനെ സാർ എന്ത് ചെയ്യാണ്? ഓക്സിഡൈസ് ചെയ്യാണ്. ടൊളുവിനെ സാർ എന്ത് ചെയ്യാണ്? ഓക്സിഡൈസ് ചെയ്യാണ്. എന്തിന്റെ പ്രസൻസില്? CrO2Cl2. എന്തിന്റെ പ്രസൻസിലടാ? CrO2Cl2 ആൻഡ് CS2 ന്റെ പ്രസൻസിൽ എന്ത് ചെയ്യാണ് സാർ? ഇതിനെന്ത് ചെയ്യാണ്? ഹൈഡ്രോളിസിന് വിധേയമാക്കി കഴിഞ്ഞാൽ, അതായത് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ സിമ്പിൾ ആയിട്ട് ടൊളുവിലേക്ക് എന്ത് ചെയ്യാണ്? ഓക്സിഡൈസ് ചെയ്യാം. അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആരോ ഉപയോഗിക്കുന്നുണ്ട്? CrO2Cl2 അതുപോലെ CS2 എന്ത് ചെയ്യാണ്? ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കിട്ടും? അവിടെ നമുക്ക് എന്ത് കിട്ടുമടാ? അവിടെ നമുക്ക് എന്ത് കിട്ടും? ബെൻസാൾഡിഹൈഡ് കിട്ടും. എന്താ കിട്ടുക? ബെൻസാൾഡിഹൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? ലഭിക്കുന്നുണ്ട്. സെറ്റല്ലടാ? സെറ്റല്ലേ? ആൻഡ് ലാസ്റ്റ് മറ്റൊരു നെയിം റിയാക്ഷൻ, ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷനിലുള്ള അനദർ നെയിം റിയാക്ഷൻ ആണ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ഗെറ്റർമാൻ റിയാക്ഷനുകൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഹാലോ ആൽക്കീൻസിൽ പഠിച്ചിട്ടുണ്ടാവും. ഡൈസോട്ടൈസേഷൻ കഴിഞ്ഞ് സാൻ മേയേഴ്സ് റിയാക്ഷൻ, അതൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട് ഓൾറെഡി നമ്മളെ ചാനലിൽ അപ്പ് ചെയ്തിട്ടുള്ളതാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഗെറ്റർമാൻ റിയാക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഗെറ്റർമാൻ കോച്ച് എന്ന് പറഞ്ഞാൽ എന്താടാ? ഗെറ്റർമാൻ കോച്ച് എന്ന് പറഞ്ഞാൽ ബെൻസീൻ തന്നെ എടുത്താൽ മതി, ബെൻസീനെ മാത്രം എടുത്താൽ മതി. ഈ ബെൻസീനിലേക്ക് സാർ എന്ത് ചെയ്യാണ്? ബെൻസീനിലേക്ക് സാറ് കാർബൺ മോണോക്സൈഡിനെ ആഡ് ചെയ്യുക. എന്തിനാണ് ചെയ്യുന്നത്? കാർബൺ മോണോക്സൈഡ് HCl പ്രസൻസിൽ എന്ത് ചെയ്യാണ്? കാർബൺ മോണോക്സൈഡ്. അത് കൂടാതെ അവിടെ എന്തുണ്ട്? അൺഹൈഡ്രസ് AlCl3, ലൂയിസ് ആസിഡ് ആയിട്ടുള്ള അൺഹൈഡ്രസ് AlCl3 പ്രസൻസിലെ കാർബൺ മോണോക്സൈഡും HClഉം ബെൻസീനും തമ്മിൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടുവടാ? എന്ത് കിട്ടും? അവിടെ നമുക്ക് എന്ത് കിട്ടും? ബെൻസാൾഡിഹൈഡ് കിട്ടും. സോ 4 റിയാക്ഷൻ പഠിച്ചു. നോക്ക്, ഒന്ന് റോസൻമൻ റിഡക്ഷൻ, അസൈൽ ക്ലോറൈഡിലേക്ക് ഹൈഡ്രജൻ ഇൻ പലേഡിയം ബാർ BaSO4 ചെയ്തപ്പോ ആൽഡിഹൈഡ് കിട്ടി. രണ്ടാമത്തെ കേസിൽ എന്താ പഠിച്ച സ്റ്റീഫൻ? ഒരു നൈട്രൈൽ കോമ്പൗണ്ടിലേക്ക്, ഇതൊരു നൈട്രൈൽ അല്ലടാ, നൈട്രൈലിന് ഹൈഡ്രജൻ വെച്ച് റെഡ്യൂസ് ചെയ്യാ. പക്ഷെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാ? SN⁻HCl. അത് ഇമ്മീൻ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ഇമ്മീൻ. അതിനെ ഹൈഡ്രോളിസിസ് ചെയ്താലും ആൽഡിഹൈഡ് കിട്ടും. അടുത്തത് എന്താ? എറ്റാഡ് റിയാക്ഷനാ. എറ്റാഡിൽ ടൊളുവിനെ ഓക്സിഡൈസ് ചെയ്യാ. അങ്ങനെ എന്ത് കിട്ടും? ബെൻസാൾഡിഹൈഡ്. ഈ എറ്റാഡിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ആര്? ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഗെറ്റർമാൻ റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, കോച്ച് എന്താണ്? ഇമ്പോർട്ടന്റ്. അവിടെ എന്താ? കാർബൺ മോണോക്സൈഡ് HCl പ്രസൻസിൽ അൺഹൈഡ്രസ് AlCl3യും ബെൻസീനുമായിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ? ബെൻസാൾഡിഹൈഡ് കിട്ടും. സോ ആൽഡിഹൈഡിന്റെ 4 നെയിം റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാത്രമല്ല, കുറേ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതാണ് സാർ എന്ത് ചെയ്തിട്ടുള്ളത്? വീഡിയോയിൽ തന്നിട്ട്. ഇത് നിർബന്ധമായിട്ട് പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പരീക്ഷകളിലേക്ക് പോകാൻ പാടുള്ളൂ. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.